എടാ ഏപ്രിൽ 10 തീ പാർന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തില് 4 സിനിമകളാണ് റിലീസാകുന്നത്. 4 സിനിമകൾ. തമിഴിൽ നിന്ന് ഗുഡ് ബാഡ് അഗ്ലി, മലയാളത്തിൽ നിന്ന് ബസൂക്ക, ആലപ്പുഴ ജിംഖാന, മരണമാസം. അങ്ങനെ 4 ചിത്രങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ എത്തുമ്പോൾ ഏത് സിനിമ ആദ്യം കാണുമെന്നുള്ളൊരു ആകാംക്ഷയിലായിരിക്കും നിങ്ങളിരിക്കുന്നത്. അപ്പം എനിക്ക് ആ ആകാംക്ഷ ഉണ്ട്. ഞാനൊരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് ഞാൻ ബസൂക്ക ആയിരിക്കും ആദ്യം പോയി കാണാൻ പോകുന്നത്. രണ്ടാമത് ഞാൻ കാണാൻ പോകുന്നത് ഗുഡ് ബാഡ് അഗ്ലി ആയിരിക്കും. ബാക്കിയുള്ള 2 സിനിമ ചിലപ്പോൾ ആദ്യ ദിവസം കാണണമെന്നില്ല, പിന്നീടായിരിക്കും പോയി കാണുന്നത്. അപ്പോൾ ഈ 2 സിനിമയ്ക്കാണ് എൻ്റെ പ്രാധാന്യം കൊടുത്തത്. ഞാൻ ആലപ്പുഴ ജിംഖാന കാണുമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഞാൻ പ്രതീക്ഷിച്ച പോലുള്ളൊരു ആക്ഷൻ സിനിമ അല്ലെന്ന് മനസ്സിലായി. അതൊരു കോമഡി ആക്ഷൻ സിനിമയാണ്. അപ്പോൾ അത് പിന്നെ പോയി കണ്ടാലും മതി. അതുപോലെ തന്നെ മരണമാസം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കോമഡിയൊക്കെ ഉള്ളൊരു സിനിമയാണ്. അത് 2 മണിക്കൂറൊക്കെ ഉള്ളൂ എന്നാണ് ഡയറക്റ്റോ എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതും പിന്നീട് പോയി കണ്ടാലും മതിയാവും. അപ്പോൾ ഈ 2 സിനിമകളാണ് നമുക്ക് ആദ്യം ഒരു കാണാൻ പോകുന്നത്. ബസൂക്കയും ത്രില്ലർ സിനിമയാണ്, ത്രില്ലർ സീരിയസ് സിനിമയാണ്. അതുപോലെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞാൽ ചെറിയ കോമഡി, വയലൻസ്, ത്രില്ലർ, അങ്ങനെയുള്ള എല്ലാ എലിമെന്റ്സും ചേർന്ന അജിത്തിന്റെ ഒരു സിനിമയാണ് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. അജിത്തിന് ചിലപ്പം തിരിച്ചു കിട്ടാൻ പോകുന്നത് ഈ സിനിമയിലായിരിക്കും. ഈ സിനിമയുടെ ഡയലോഗുകളൊക്കെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു കോരിത്തിരിക്കുന്ന ഡയലോഗുകളെ കൊണ്ടിട്ട് ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടാണ്. ട്രെയിലറിലൊക്കെ പറഞ്ഞ് നാമ എവ്വളോ ഇതാ ഗുഡാ இருந்தாலும் നമ്മൾ இந்த உலகம் பேட் ஆக்கிடும். அதேபோல் தம்மை எனக்காக விட்டேன், சரக்கை என் ஒய்ஃபுக்காக விட்டேன், வயலன்ஸை என் பையனுக்காக விட்டேன். ஆனால் அந்த பையனுக்கு ஏதாவது ஆச்சுன்னா വിട്ടതെല്ലാം തൊട്ട് തന്നെ ആകണോ. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ നമുക്ക് പണ്ടൊക്കെ നമുക്ക് അജിത്തിന്റെ സിനിമകളിൽ കാണാൻ സാധിച്ചിരുന്നു. പക്ഷെ പിന്നെ ഒരിടയ്ക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പം അതൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. തലയിറുക്കും ഉടമ്പിറുക്കും, മൂക്കിറുക്കും മൊഴിയിറുക്കും, ആണ ഉയർ. അങ്ങനെയുള്ള ഡയലോഗുകൾ നമ്മൾ അജിത്തിൽ നിന്ന് മിസ് ചെയ്തുകൊണ്ടിരുന്ന ഡയലോഗുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തിരിച്ച് കിട്ടിയിരിക്കുന്നത് പോലെയാണ്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ആവേശം തോന്നുകയാണ്. അപ്പോൾ ഈ സിനിമ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബസൂക്കയ്ക്ക് ശേഷം ഞാൻ ഗുഡ് ബാഡ് അഗ്ലിയാണ് കാണാൻ പോകുന്നത്. ഞാനൊരു മമ്മൂട്ടി ആരാധകനല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആദ്യം കാണാൻ പോകുന്ന സിനിമ ഗുഡ് ബാഡ് അഗ്ലി ആയിരുന്നു ഞാൻ. പക്ഷെ മമ്മൂട്ടി ആരാധകനായി പോയില്ലേ. ഒരു പ്രൊമോഷൻ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരാധനാപാത്രത്തിന് നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? പുള്ളിയുടെ കഴിവിനെയും ഇതിനെയും നമുക്ക് അവഗണിച്ച് കളയാൻ പറ്റുമോ? ഈ ഫാൻസുകാരും അതിൻ്റെ ടീമും ഒന്നും വലിയ പ്രൊമോഷൻ കൊടുക്കുന്നില്ലെങ്കിൽ, പ്രൊമോഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2-3 ഇന്റർവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആ ടീം ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫാൻസുകാർക്കും ഇതൊക്കെ മതി. ഈ 2 പ്രൊമോഷനൊക്കെ, ഈ 2 ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും 2-3 പേര് അതിൻ്റെ ചെറിയ ലോക്കൽ യൂട്യൂബ് ചാനലുകളിൽ 2-3 ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു അതിൻ്റെ പ്രൊമോഷൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു നല്ല സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുത്തില്ലെങ്കിൽ നല്ല സിനിമയാണെന്ന് എനിക്കറിയാം. കാരണം ഇതിൻ്റെ അണിയർ പ്രവർത്തകരിൽ ഒരാളിനെ എനിക്കറിയാം. പുള്ളി പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ മമ്മൂട്ടിയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയാണ്. അത്രയ്ക്ക് നല്ല രീതിയിൽ. കാരണം പൃഥ്വിരാജ് ഒരു ഫാൻ ബോയ് ആയിട്ട് നിർമ്മിച്ച സിനിമയാണ് ലൂസിഫർ, എമ്പുരാൻ എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെ ഫാൻ ബോയ് ആണ് ഡീനോ ഡെന്നീസ്. അപ്പം ഫാൻ ബോയ് മൂവ്മെന്റ് ഒക്കെ ഈ സിനിമയ്ക്ക് അത് ഇഷ്ടം പോലെ കുത്തി നിറച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പം ഈ സിനിമ അത്രത്തോളം നല്ല സിനിമയായിരിക്കും. പക്ഷേ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുന്നില്ല. പ്രൊമോഷൻ വേണം. എത്ര നല്ല സിനിമയാണെങ്കിൽ ആ സിനിമയ്ക്ക് കുറച്ച് പ്രൊമോഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കർണാടകയിലൊക്കെ ഹോംബാലെ ഫിലിംസാണ് എമ്പുരാൻ എടുത്തത്. 10 കോടി രൂപ അടിച്ചു. അത്രയും പ്രൊമോഷൻ ഇല്ലാതെ ഈ ആ 10 കോടി രൂപ അടിക്കുമായിരുന്നു എമ്പുരാന്. ഇവിടെ ചിലപ്പോൾ അടിക്കുമായിരിക്കും, പക്ഷെ അവിടേക്ക് അടിക്കുമോ? കേരളത്തിന് വെളിയിൽ 30 കോടി രൂപ കിട്ടിയില്ല ഇന്ത്യക്കകത്ത് നിന്ന്. വേറെ ഏതെങ്കിലും പ്രൊമോഷൻ ഇല്ലാത്ത ഒരു സിനിമയാണെങ്കിൽ മോഹൻലാലിന്റെ സിനിമയ്ക്ക് 30 കോടി രൂപ അടിക്കുമോ? ഇല്ല. അതാണ് പ്രൊമോഷന്റെ ഗുണം. അല്ലാതെ നമുക്ക് പ്രൊമോഷനൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമാരത്തൊന്നും പറയാനില്ല. അവർ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിച്ചു. അപ്പം നമുക്ക് അജിത്തിന്റെ ഒരു അടിപൊളി ഒരു മേളം കാണാനുള്ളൊരു സിനിമയാണ് നമ്മുടെ ഗുഡ് ബാഡ് ആഗ്ലി. അപ്പോൾ ബസൂക്കയ്ക്ക് അതുപോലെ തന്നെ സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയാണ്. അതുപോലെ തന്നെ സ്റ്റൈലിഷ് കോമഡി, അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു സിനിമയായിരിക്കും ഗുഡ് ബാഡ് അഗ്ലി എന്ന് നമുക്ക് പറയാം. അപ്പം ഞാൻ ആദ്യം കാണാൻ പോകുന്നത് ബസൂക്കയാണ്. അപ്പം നിങ്ങൾ ഏത് സിനിമയാണ് ഇതിൽ ആദ്യം ഈ 4 സിനിമകളിൽ കാണാൻ പോകുന്നത്? ചിലർക്ക് ചിലപ്പോൾ നസ്ലൻ്റെ സിനിമ കാണാൻ ആഗ്രഹം കാണും, ചിലർക്ക് മമ്മൂട്ടി സിനിമ കാണാൻ ആഗ്രഹം കാണും, ചിലർക്ക് ഗുഡ് ബാഡ് അഗ്ലി കാണാൻ ആഗ്രഹം കാണും. എനിക്ക് പക്ഷേ ഗുഡ് ബാഡ് അഗ്ലി കാണാനാണ് ഇതിപ്പോൾ കൂടുതൽ ആഗ്രഹം. കാരണം അതിൻ്റെ പ്രൊമോഷനും അതിൻ്റെ ട്രെയിലറും അതിൻ്റെ ടീസറും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വെളി വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ നമുക്കൊരു ആവേശം അതിൻ്റെ ട്രെയിലറിൽ കൂടെ തന്നെ നമുക്ക് തോന്നിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ, ബസൂക്കയുടെ ട്രെയിലറും ടീസറൊന്നും മോശമാണെന്നല്ല. അതിൻ്റെ ട്രെയിലർ ടീസർ കൊള്ളാം, പക്ഷേ പ്രൊമോഷൻ ഒട്ടും കൊള്ളില്ല. പ്രൊമോഷൻ്റെ കാര്യത്തിൽ നല്ല വീക്കാണ് ഈ ടീം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലിടാം. ഈ മമ്മൂട്ടി ഫാൻസുകാർക്ക് ഒന്ന് താഴെ എന്ത് വേണോ ഇടാം. അവരുടെയൊക്കെ ഓരോ സംസ്കാരം പോലെ അവർക്ക് വീഡിയോ, അവർക്ക് ഇതിൽ നമുക്ക് നമ്മളെ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. നമുക്കൊരു ആരെ പക്ഷത്ത് നിൽക്കില്ല. മമ്മൂട്ടി ഫാനാണെങ്കിലും മോഹൻലാൽ ഫാനാണെങ്കിലും നമ്മൾ ഒരു ഫാൻസുകാരുടെ കൂടെ അല്ലെങ്കിൽ ഒരു നടന്മാരുടെ കൂടെ നമ്മൾ നിൽക്കില്ല. 2 നടന്മാരിൽ ആരുടെയാണോ നല്ല സിനിമ അതിനെ സപ്പോർട്ട് ചെയ്യും. മോശം സിനിമയാണെങ്കിൽ നമ്മൾ അതിനെ
അതേ രീതിയിൽ തന്നെ അതിനെ നമുക്ക് കാണുമ്പോൾ ഇപ്പോൾ ബസൂക്ക കണ്ടിട്ട് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. പക്ഷേ എനിക്ക് ഈ ഒരു പ്രത്യേകത ഉണ്ട്, മമ്മൂട്ടിയുടെ സിനിമ എനിക്ക് ഒരു ആവറേജിന് മുകളിൽ നിന്നാൽ പോലും എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് അറിയാമോ, ദൃശ്യം സിനിമയെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞ സിനിമയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചിലർക്ക് അങ്ങനെയാണ്, ഞാൻ ചോദിച്ചിട്ടുള്ള 1-2 പേർക്ക് അങ്ങനെ അത് ഇഷ്ടപ്പെട്ടവരുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും. പക്ഷേ എനിക്കത് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലാണ്. നന്ദി, നമസ്കാരം.